ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് മാങ്ങ അച്ചാറാണ്. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, എന്നാൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അച്ചാറാണ്. നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. വലിയ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ട് ഒരു 5-6 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്രയാണ് നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ അച്ചാറിന് വേണ്ടി ഞാൻ ഈ ഒരു കട്ടിയിലാണ് മാങ്ങ ഇടുന്നത്. അതും നീളത്തിലരിഞ്ഞാണ് ഞാൻ ഈ മാങ്ങ അച്ചാറിടാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ക്യാരറ്റും അതേപോലെ കട്ടി കുറച്ച്, ഒത്തിരി കട്ടി ഇല്ലാതെ കട്ടി കുറച്ച് നീളത്തിൽ, അത് മുമ്പേ നമ്മൾ മാങ്ങ അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞെടുക്കാവേ. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഈ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക്, അതോടൊപ്പം 1 സ്പൂൺ ഉലുവ രണ്ടും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ 2ആയിട്ട് കീറി വെച്ചേക്കുന്ന മുളകും ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ എരിവില്ലാത്ത മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മൂത്ത് വന്ന ഈ മിക്സിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി കായവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും മാങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ചെറിയൊരു മധുരമുള്ള മാങ്ങയാണ് എടുത്തത്, അതുകൊണ്ട് സെപ്പറേറ്റ് മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ അച്ചാറിലേക്ക് ഒരു പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ച് നമ്മുടെ അച്ചാർ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറാണ്, എന്നാൽ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു അച്ചാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.